ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നൂഡിൽസ് ഉണ്ടാക്കിയാലോ? അത് മസാലകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനെടുത്ത നൂഡിൽസ് പാക്ക് ഇതാണ്. ഇത് വെജ് നൂഡിൽസ് ആണ്, പക്ഷെ നമുക്കിത് ചിക്കൻ നൂഡിൽസ് ആക്കി എടുക്കാം. അതിനാദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് നൂഡിൽസ് അതിൽ നിന്ന് എടുക്കുന്നു. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, കാരണം 2 പേർക്ക് കഴിക്കാനുള്ളത് അത് മതി. അടുത്തതായി നമ്മൾ നല്ലൊരു പാത്രം എടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് ഉറപ്പിച്ചിട്ട് മാത്രം നമുക്ക് നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ഇടാവൂ. അതിലേക്ക് നമ്മൾ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല, അതായത് ഉപ്പോ മസാലപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാതെ പാത്രം നന്നായി തിളച്ച് വന്ന പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇടാണ്. അതുപോലെ തന്നെ ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി വേവിച്ചെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടിയെന്ന് ഉറപ്പ് വരണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തിളച്ച് വരുന്ന നൂഡിൽസ് ഇളക്കി കൊടുത്ത് നമ്മളത് വേവിച്ചെടുക്കണം. സാധാ നൂഡിൽസ് അല്ല ഇത്, അതുകൊണ്ട് തന്നെ കുറച്ച് വേവ് അധികം വേണ്ടി വരും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം നന്നായിട്ട്. ഇത് എടുക്കുമ്പോൾ ഇതിൽ വെള്ളം വെറ്റിപ്പോകണ്ട, വെള്ളത്തോട് തന്നെ നമ്മളിത് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നൂഡിൽസ് ഒന്ന് അരിച്ചെടുക്കണം. അതായത് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നൂഡിൽസ് മാത്രമായിട്ട് എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അതിന് മുമ്പ് നമ്മൾ നൂഡിൽസ് കണ്ടില്ല എങ്ങനെ വെന്ത് വന്നിട്ടുള്ളത്? ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ നൂഡിൽസ് വെന്ത് വരാൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നൂഡിൽസ് അരിച്ചെടുക്കണം. എന്നിട്ട് അത് 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ കേകിയെടുക്കണം. സത്യത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതാണ് ഉണ്ടായത്. അതാണ് നിങ്ങളത് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു പാത്രം എടുത്ത് നമ്മൾ കേകിയെടുത്ത നൂഡിൽസ് അതിലേക്ക് ഇടണം. വേറെ ഒന്നും ചേർക്കാതെ അതിട്ട് അത് വീണ്ടും നമ്മൾ അടുപ്പത്ത് വെക്കണം, അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ്റെ കറി വയ്ക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ കറി വയ്ക്കുന്നു. ഇനി കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതൊരിക്കാൻ കടിക്കാൻ വേണ്ടി പിന്നെ. എന്നിട്ട് വീണ്ടും നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുള്ളിലുള്ള വെള്ളമെല്ലാം വറ്റി പോകണം. ഒരു തുള്ളി വെള്ളം പോലും വേണ്ട. നമ്മൾ ഡ്രൈ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ നൂഡിൽസ്. അപ്പോൾ വെള്ളം വറ്റിപ്പോകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതിന് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ ചിക്കൻ നൂഡിൽസ്. അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് വിളമ്പുള്ളൂ, ഇത്രത്തോനെ വീണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. അത് എന്ത് വരുമ്പോൾ അധികമായി വരും. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണം. താങ്ക് യു.